പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 26-ാം തീയതി ശനിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ ദൈവപൈതലേ, നിന്റെ കണ്ണുനീര് രാവിലെ പ്രഭാതത്തിൽ ഒപ്പുന്ന കർത്താവിൻ്റെ കൈകളാണ് ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന, ഡെയിലി ബ്രെഡ്. ഈ അവസരത്തിലേക്ക് നീ ഉണർന്നെഴുന്നേറ്റതാണ്. കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത്. നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ യാവനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് പ്രാർത്ഥനയെ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ,
കർത്താവെ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെ, രക്തസാക്ഷികളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിന് തിരുമുറുപാടുന്ന വലതുകരത്താൽ ആശീർവദിക്കുവാനിടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസാൽത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സൽപ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തികൾ, സുവിശേഷ പ്രവർത്തികൾ, അതിനേക്കുള്ള ഉപരി അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായ ആസ്തിഭദ്രതയായ ലക്ഷോപലക്ഷം അഖണ്ഡ ജപമാലകൾ, അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം. ഇന്ന് പ്രസവം ഡേറ്റ് നിശ്ചയിക്കുന്നവരെ നീ ആശീർവദിക്കണം. അതിന് സിസേറിയന് ഡേറ്റ് സമയം കുറിച്ചിരിക്കുന്നവരെ നീ ആശീർവദിക്കണം. കർത്താവ്, തിയേറ്ററിനെ നീ മുഴുവനായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചുറ്റും നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവ്, മാലാഖമാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഇരിക്കുന്ന ഒരു മക്കൾ കർത്താവ്, അവരിത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ, എന്തെങ്കിലും ബയോപ്സിക്കോ ടെസ്റ്റിനോ അയച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് ഈശോയെ, ഇങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉപരിപഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവെ, അങ്ങയുടെ ഉന്നതമായ കരുണയാൽ സുബോധർക്കമായ പരീക്ഷാ ഫലങ്ങൾ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭവനരഹിതരെ, ജോലിരഹിതരെ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഇങ്ങനെ ഇല്ലായ്മക്കാരുടെ വലിയൊരു നിരയാണ് കർത്താവെ അങ്ങയുടെ തിരുസന്നിധി നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് പണമില്ല, അതുപോലെ ആരോഗ്യമില്ല, അവർക്ക് സ്വസ്ഥതയില്ല, അവർക്ക് സമാധാനമില്ല, സന്ധിക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ഇടമില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇല്ലായ്മകൾ അമ്മയെ കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നിരുന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ തിരുസന്നിധി, യേശുവിൻ്റെ തിരുസന്നിധി കൊണ്ടുവരേണ്ട വിഷയമാണെന്ന്, അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങളെ കർത്താവ് യേശുക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധി, ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ്, ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ, ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവരെ, ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ, അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അത് വിസ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂകൾ, അതിൻ്റെ ടെസ്റ്റുകൾ, അതിൻ്റെ ജോലി ടെസ്റ്റുകൾ, ഇതെല്ലാം കാത്തിരിക്കുന്നവരും അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കടുത്ത് അവരുടെ കഴിവിനേക്കാളുപരി ആത്മശക്തിയിൽ അഭിഷേകം ചെയ്യുകയും നീ തന്നെ കർത്താവെ അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസ്തലന്മാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് കൊടുത്ത പോലെ നീ ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ചിന്തിച്ച് ആകുലപ്പെടേണ്ട, നീ പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആത്മാവിനെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കർത്താവെ അവർക്ക് നൽകിക്കൊണ്ട് കർത്താവെ അവർ നീ അനുഗ്രഹിക്കണമേ. ടെസ്റ്റിന് ഇൻ്റർവ്യൂലുള്ളവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ, സഭയുടെ അധികാരത്തെ, കുരിശിൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ കൃപയും കരുണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, touch with the fire finger, soak with the precious blood, Lord infuse His Spirit, now through the Catholic Church, the power of Jesus Christ, with the matters of the Holy Priesthood, I bless and follow you. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾക്ക് ഉടമ്പടി ഒരു വലിയ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികളുടെ നീണ്ടൊരു ജീവിതമാണ്. സുവിശേഷത്തിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ജീവിച്ചു തീർക്കുന്ന സുവിശേഷമാണ് ഉടമ്പടി. അതുകൊണ്ട് തന്നെ എൻ്റെ സൽപ്രവർത്തികൾ ആൾക്കാർ എന്തോ ഒരു ആവേശത്തോടെയും അഭിഷേകത്തോടെയാണ് സൽപ്രവർത്തികൾ ചെയ്യണത്. പക്ഷെ സൽപ്രവർത്തികൾക്കൊരു കുഴപ്പമുണ്ടെന്നാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപ്രവർത്തികളാണെങ്കിൽ പോലും അതിന് ചില പണ്ട് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പ് കളക്ട് ചെയ്യും, എന്നിട്ടൊരു പുസ്തകത്തെ ഒട്ടിച്ച് വെക്കും, എന്നിട്ട് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കും. അതൊക്കെ മൈനസ് സെമി വെച്ച് തുടങ്ങിയ പരിപാടിയാണ്.
അതൊക്കെ മുമ്പ് എനിക്ക് തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ 3ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അത് 10,000 തീപ്പെട്ടിപ്പടങ്ങളുണ്ടായിരുന്നു. അന്ന് തീപ്പെട്ടി എല്ലാ മനുഷ്യരും വീട് വലിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ അപ്പൻ്റെ വഴിയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ പുറകെ പിടിക്കുക. എന്നാൽ ആരെങ്കിലും ചവിട്ടി ഇട്ടിരിക്കുന്ന തീപ്പെട്ടി കാണും ഞാൻ. ആൾക്കാർ ഒത്തിരി തീപ്പെട്ടിപ്പടങ്ങൾ തീപ്പെട്ടിയുടെ കത്തിച്ചതിൻ്റെ ആൾക്കാർ കളയത്തില്ലേ. അങ്ങനെ നമുക്കൊരു 10, 12, 15 അർത്തിങ്കപ്പള്ളി പോകുമ്പോൾ കിട്ടും. അപ്പോൾ അത് എടുക്കുമ്പോൾ ഞാൻ പുറകിലായി പോകത്തില്ലേ. അപ്പം വന്ന് പിടിച്ചു വയ്ക്കും, സ്വരം ഉണ്ടാക്കും, വഴക്ക് പറയും, ചെവിക്ക് പിടിക്കും. എന്നാലും അത് ഒരു തീപ്പെട്ടിപ്പടം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു കളക്ഷൻ, ഒരു ഹോബികൾ. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ സെമിനാരി വെച്ചുകൊണ്ടായിരുന്നത് സ്റ്റാമ്പ് കളക്ഷനാണ്. ഈ തീപ്പെട്ടിപ്പടത്തിനും സ്റ്റാമ്പ് കളക്ഷനും കൂട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എണ്ണുമ്പോൾ നമ്മൾ 46 പടമുണ്ട്, 46 ഉണ്ട്, അല്ലെങ്കിൽ 500 ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്ത് പറയും ഇത് കുറവാണെന്ന് പറയും. കോമ്പറ്റീഷനാണ്, എല്ലാ കൂട്ടുകാർക്കും ഉണ്ടായി സംഭവം, കോമ്പറ്റീഷനാണ്. അപ്പോൾ അവർ ഡാമേജ് കൂട്ടത്തില്ല. ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീപ്പെട്ടിപ്പടം കീറിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ ഒരു നമ്പറായിട്ട് കൂട്ടത്തില്ല. ഇതുപോലെ തന്നെ സ്റ്റാമ്പിനുണ്ട് ഈ ഡാമേജ്. സ്റ്റാമ്പിൻ്റെ പല്ലില്ലേ, ചുറ്റോടിയിട്ടുള്ള, അതിൻ്റെ അകത്ത് ഒരു പല്ല് അടന്നു പോയാൽ ആ സ്റ്റാമ്പ് എണ്ണത്തിൽ കൂട്ടത്തില്ല. അത് ഡാമേജ് എന്ന് പറയും. ബാക്കി കുറച്ചേ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ സൽപ്രവർത്തികൾക്ക് ഇതുപോലെ ഡാമേജ് വരും. ബൈബിളാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയണം. അങ്ങനെ നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഡാമേജ് ആക്കാതിരിക്കാൻ നോക്കണം. അതായത് നമ്മുടെ യെശയ്യാ 64:6 എടുത്തേ. ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ഉടമ്പടി സൽപ്രവർത്തികളുടെ ഒരു ജീവിതമാണ്. അപ്പോൾ സൽപ്രവർത്തികൾക്കുള്ളൊരു കുഴപ്പം, ഈ സൽപ്രവർത്തികളിൽ അന്ന് പറഞ്ഞ വേർഷനല്ല ഞാൻ ഇന്ന് പറയണത്. കാര്യം ഇന്ന് പറയണത് ഈ സൽപ്രവർത്തികളെല്ലാം ഒരു പ്രവൃത്തി സൽപ്രവൃത്തിയാകണത് ഒരു സുവിശേഷ പ്രചാരകന്, സുവിശേഷ വേലക്കാരന് ഒരു സൽപ്രവൃത്തിയാകണത് അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കായിട്ട് നിൽക്കുമ്പോഴാണ്. ബാക്കിയൊന്നും വാലിഡല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തതെങ്കിൽ അതിന് മർക്കോസ് 9:41 അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയണത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കൊടുക്കുന്ന പ്രവൃത്തികൾ, നമുക്ക് സൽപ്രവൃത്തികളൊന്നും സംഭവമില്ല. അത് ഡാമേജാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. എല്ലാവരും സൽപ്രവൃത്തികൾ ഒത്തിരി ചെയ്യാതിരിക്കണില്ല. പക്ഷേ അത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കണം. അപ്പം അതുകൊണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഈ പിറുപിറുപ്പുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, പിറുപിറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അപ്പോൾ ഈ പിറുപിറുക്കുമ്പോൾ ദൈവരാജ്യത്തിലല്ല, ലോകരാജ്യത്തിലാണ്, നരകരാജ്യത്തിലുമാണ് എന്ന സൂചനയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ സൽപ്രവൃത്തികളിൽ വല്ല അസൂയയോ, സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാകാം, ക്രിസ്തു നാമത്തിലാണെന്ന് നമ്മൾ വാശി പിടിച്ചാലും അതിൻ്റെ പിന്നിൽ വല്ല അസൂയയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾ കളിക്കാനോ മറ്റുള്ളവർ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റഡ് ആയിട്ടുള്ള സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ചവിട്ടിപ്പിടുത്തം ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് ഞങ്ങളുടെ അത് 64:6 പോവും. ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയായിപ്പോയി എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണ്. ഇപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിതം സൽപ്രവർത്തികളുടെ ഒരു സുവിശേഷ സാക്ഷി ജീവിതമാണ്. അപ്പോൾ അത് മലിനമാകാൻ സൂക്ഷിക്കണം.
ഇന്ന് ചെയ്യുന്ന എല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ ഡാമേജ് അല്ലാത്ത സൽപ്രവൃത്തികളാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ സുവിശേഷ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.